ഞാൻ ട്രിവാൻഡ്രം വിതിരയിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ കുവൈറ്റിലായിരുന്നു 15 വർഷം. കുവൈറ്റിൽ ജോലി ചെയ്യണ്ടായിരുന്നു. 15 വർഷത്തോളം ഞാൻ ഡ്യൂട്ടി എടുത്തു. ഹോം കെയർ ആയിരുന്നു. 13 വർഷം ഒരു കുവൈറ്റിയുടെ കീഴിലായിരുന്നു ഡ്യൂട്ടി. ഔട്ട്സൈഡ് വിസയായിരുന്നു. 2023 ജനുവരി 23 എൻ്റെ മകൾ മരിച്ചു. അവൾക്ക് 22 വയസ്സായിരുന്നു. കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് 22 വയസ്സായപ്പോൾ. കുടുംബ പ്രശ്നം കാരണം അവൾ 25 വയസ്സ് വരെ ജീവിച്ചു. 25 വയസ്സായപ്പോൾ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത് കാരണം ഞാൻ വിസ ക്യാൻസലാക്കി. മകൾ മരിക്കുന്നത് അറിയാതെയാണ് ഞാൻ നാട്ടിൽ വരുന്നത്. എന്നെ അവിടുന്ന് കുറുജിയിലെ വിട്ടത്. വിസ ക്യാൻസൽ ചെയ്ത് വിട്ടു. പിന്നെ ഇവിടുന്ന് ഞാൻ വന്ന് രണ്ടാമത് പ്രാരാബ്ദവും. പിന്നെ എനിക്ക് 2 പെൺമക്കളാണ്. ഒരു മകളും കൂടെ ഉണ്ട്. അവളുടെ പഠിപ്പിക്കണം. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോവേണ്ടി വന്നു. 2024 രണ്ടാമത്തെ വിസ അടിക്കുന്ന സമയത്ത് കമ്പനി വിസ ഞാൻ അടിച്ചത് രണ്ടാമത്. ആ സമയം അവർ ചീറ്റിംഗ് ആയിരുന്നു ചെയ്തത് എന്നോട്. കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യണ സെക്രട്ടറി ആയിട്ട്. ആ സമയത്ത് ആ കമ്പനിയിൽ 30 വിസയോളം അവരിറക്കി. അതിലൊരാളെ സെയിൽസ് ഗേളായിട്ട് ഒരു കുട്ടി ഡ്യൂട്ടി എടുത്തു. ഹിന്ദിക്കാരി. നമുക്ക് മറ്റുള്ള വിസകളെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇതിലാരൊക്കെ എടുത്തു എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ആ സമയം ആ കൊച്ചിനെ CID പിടിച്ചു. നീ എന്തിനായി സെയിൽസായിട്ട് ജോലി ചെയ്യണം ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ കാശ് 1700 KD 4.5 ലക്ഷം രൂപ ഞാൻ കൊടുത്ത വിസ അടിച്ചേ. അപ്പം എനിക്ക് എവിടെ ജോലി ചെയ്യാൻ അനുവാദം ഉണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അത് മുനെന്ന് പറയും, പൈസ കൊടുത്ത് വിസ അടിക്കുന്നത് അവിടെ കുറ്റകരമാണ് കുവൈറ്റിൽ. ഇവിടെ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ നിയമനങ്ങൾ. ഇപ്പോൾ ആ സമയം ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ബയോമെട്രിക് എടുക്കുന്നു. ആ സമയത്ത് എനിക്ക് ഡിസംബർ 10 തിരിച്ച് വരണം. മകളുടെ ആണ്ടാണ്. ജനുവരി 23 പ്രാർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് ബയോമെട്രിക് എടുക്കുന്ന സമയം ഈ കഴിഞ്ഞ മാസം 14 തീയതി ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് 13 ഡ്യൂട്ടിയും കഴിഞ്ഞിറങ്ങി. മോർണിംഗിൽ ഞാൻ ബയോമെട്രിക് എടുക്കാൻ പോയപ്പോൾ അവർ ബയോമെട്രിക്കിൽ എൻ്റെ ഫിംഗർ വെച്ചപ്പോൾ അവർ പറഞ്ഞു, എന്നെ മാറ്റി നിർത്തി പോലീസ്. അപ്പോൾ പറഞ്ഞു, അവർ അറബിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അവർ എൻ്റെ പറയുന്നത് വിസ ക്യാൻസൽ എന്നാണ്. പക്ഷേ പാസ്പോർട്ട് എൻ്റെ കയ്യിരിക്കുന്നത് കാരണം 18 നമ്പർ വിസ ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലാണ് സാറി, നിങ്ങൾ എങ്ങനെ ക്യാൻസൽ ചെയ്യുമെന്ന് ചോദിച്ചു. അവരൊന്നും പറഞ്ഞില്ല. എന്നെ അവിടുന്ന് മാറ്റി. ഞാൻ ജയിലെന്താണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് എന്നെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഞാൻ അവിടെ നിലവിളിച്ചു, എന്തിനാണ് സാർ എന്നെ മാറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സാറ് പിന്നെ ഒരു മനസ്സാക്ഷിയുള്ള ഒരു പോലീസ് വന്നിട്ട് എന്നെ വിളിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിൻ്റെ വിസ ബ്ലോക്കാണ്, നിന്നെ ആരോ ചീറ്റ് ചെയ്തതാണ്, നീ എന്തിനാണ് ഈ കമ്പനിയിൽ വിസ എടുത്തത്, ഇത് വലിയ കേസാന്ന് പറഞ്ഞു. എന്നെ അവിടുന്ന് മാറ്റി നിർത്തി. എന്നെ അവിടെ കൊണ്ടുവന്ന എൻ്റെ ഡ്രൈവറായിരുന്നു. ആ ഡ്രൈവർ പുറത്ത് പോയി സംസാരിച്ചു. എന്നെ ഒരു ദിവസം അവരവിടെ മാറ്റി നിർത്തി. വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു ദിവസം എന്നെ മാറ്റി നിർത്തി. അവിടെ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. ഇതുപോലെ പല രീതിയിലും വിസ എടുത്തു തട്ടിപ്പായിട്ട് അവിടെ കൊണ്ടുവന്നിട്ട്. അങ്ങനെ ഇരിക്കെ അവിടുന്ന് പിറ്റേന്ന് എന്നെ വേറൊരു ജയിലിൽ കൊണ്ടുപോയി. അവിടെ എനിക്ക് വേണ്ടി വരുന്ന ആരും, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആര് വന്നിരുന്നാലും അവരെ പിടിച്ച് അകത്തിടാനായിരുന്നു നിയമം ഇട്ടിരുന്നത്. കാരണം ചീറ്റിങ് വിസയിൽ കുവൈറ്റുകൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 10 വർഷത്തെ കഠിന തടവ. അതിൽ ഇന്നും അവിടുത്തെ കുവൈറ്റ് ജയിലിലാണ്. അവിടുന്ന് തന്നെ വലിയ ജയിലിൽ കൊണ്ടുപോയി 28 ദിവസം ഞാൻ അവിടെ കിടന്നു. 24 ദിവസമൊക്കെ ആയപ്പോൾ അവിടെ ഒരു ഉമ്മച്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം പല വലിയ ആൾക്കാർ വന്നിട്ടും എന്നെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വലിയ കേസാണ്, ഇതിൽ 30 പേരെയാണ് പിടിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഫോൺ തരത്തില്ല വിളിക്കാൻ. നാട്ടിലോട്ടോ വീട്ടിലോ ആരെ വിളിക്കാൻ അവർ ഫോൺ തരത്തില്ല. വിളിക്കാൻ തന്നാൽ തന്നെ 5 മിനിറ്റ്. അതിൽ ആരെ വിളിക്കണം? അമ്മയെ വിളിക്കണോ അതോ ഇതിന് വേണ്ടി നടക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ 15 വർഷം കുവൈറ്റിൽ പോയിട്ട് കുറച്ച് സംഘടനകളുമായിട്ട് പ്രോഗ്രാമിന് പാടാനൊക്കെ ഞാൻ പോകും.
ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ആ സംഘടന വെച്ച് കുറച്ച് മുസ്ലിം നല്ല ആൾക്കാർ ഉണ്ടായിരുന്നു. ഞാൻ ജാതിപരമായിട്ട് പറയുന്നില്ല, പക്ഷേ അവർ സഹകരണം കൊണ്ട് എനിക്കിന്ന് ഇറങ്ങാനും പറ്റി. അതുപോലെ തന്നെ ഞാൻ അവിടെ നിൽക്കുന്ന ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഉമ്മച്ചി പറഞ്ഞു, മോളെ നീ എന്തിനാ കരയണേ, നീ ഇവിടെ ഒരു ആലപ്പുഴ കൃപാസന മാതാവുണ്ട്, നീ അവിടെ വിളിച്ച് നീ നിനക്ക് മാതാവ് ഒരു വഴി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയാണ്, റോമക്കത്തോലിക്കയാണ്, പക്ഷേ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല. കാരണം ചെറിയ പ്രായത്തിൽ ഞാൻ പ്രവാസിയായതാണ്. അതേസമയം ആ ഉമ്മച്ചി പറഞ്ഞനുസരിച്ച് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, സി ചേച്ചി. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഇവിടുത്തെ ബുക്കും ഞാനവിടെ പോയിട്ടുണ്ട്. പുള്ളിക്കാർ കുറേ ആൾക്കാരുണ്ട്, 100 ആൾക്കാരോളം ആ ജയിലിനകത്തുണ്ട്. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നു. ഞങ്ങൾ 2-3 പേര് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അവൾ പറഞ്ഞു, ആ ചേച്ചി പറഞ്ഞു, നീ ഉറപ്പായിട്ടും നീ പുറത്തിറങ്ങും, നീ പ്രാർത്ഥിക്കുക ദൈവത്തെ വിളിച്ചെന്ന്. 25-ാം തീയതി അന്ന് ഞാൻ രാത്രി 3 മണി പ്രാർത്ഥനയും വെളുപ്പാങ്കാലവും ഒക്കെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഉറക്കമില്ലായിരുന്നു. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ. അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക, ഞാൻ മാസ്ക് വെച്ചത്, എൻ്റെ മുഖം ആരും കണ്ട് എനിക്ക് തന്നെ എന്തോ എന്നോട് തന്നെ ഒരു പുച്ഛം പോലെ എൻ്റെ മുഖം കണ്ടിട്ട്. കാരണം 28 ദിവസം ഞാൻ അതിനകത്തായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഞായറാഴ്ച ദിവസമാണ് ഒരുപാട് പേരെ പുറത്ത് വിടുന്നത് അന്ന്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ കാത്തിരിക്കും, എൻ്റെ പേര് വിളിക്കുന്നുണ്ടാന്ന്. വിളിച്ചില്ല. കഴിഞ്ഞ ഞായറാഴ്ചയിലന്ന് ഇതുപോലെ അവർ കുറേ പേപ്പറായിട്ട് വന്നിട്ട് പേര് വിളിച്ചപ്പോൾ ഞാൻ കമന്ന് കിടന്നു, എൻ്റെ പേര് കാണത്തില്ല, ഞാൻ പിന്നെ എന്തിനാണ് എഴുന്നേറ്റിരിക്കണേന്ന്. പക്ഷേ മാതാവിൻ്റെ കൃപയിൽ 2ാമത്തെ പേര് എൻ്റെ പേരായിരുന്നു. എനിക്കത് ചിന്തിക്കാൻ വയ്യ. എന്നുവെച്ചാൽ ഒരിക്കലും ഞാൻ പുറത്തിറങ്ങില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ സമയം മാതാവ് ഇടപെട്ടു. അത് എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു. എനിക്ക് പിറ്റേന്ന് തന്നെ എനിക്ക് ടിക്കറ്റും, അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റത്തുള്ളൂ, ടിക്കറ്റ് കിട്ടത്തുള്ളൂ എനിക്ക്. പിന്നെ അവിടുന്ന് അവർ ടിക്കറ്റ് തരുന്നതിന് ബോംബെ വരെ തരത്തുള്ളൂ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അവിടുന്ന് എനിക്ക് ടിക്കറ്റ് ഡയറക്റ്റ് എടുത്ത് തരികയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നേ വന്ന് എനിക്ക് സാക്ഷി പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം 10 വർഷത്തെ തടവാ. എനിക്ക് കൂടിപ്പോയാൽ 6 മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന ശിക്ഷയാണ് ചീറ്റിംഗ് വിസ എന്ന് പറയണേ. അതിൽ ഒറിജിനൽ കുവൈറ്റി വരെ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ, നാട്ടിൽ നിന്ന് എൻ്റെ നാട് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പരിശുദ്ധമ്മയ്ക്കും ദൈവകുമാരനും നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. ഈ സഹോദരി കുവൈത്തിൽ ഒരു 15 വർഷമായിട്ട് ജോലി ചെയ്യുവാണ്. പക്ഷെ അവിടെ ചീറ്റിംഗ് വിസ എന്നുള്ള പേരിലാണ് കുവൈത്തിൽ ജയിലിലാകുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, അവിടെ ജയിലിലായിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ഉമ്മയാണ് ഈ സഹോദരിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുവൈത്തിലെ ജയിലിൽ പോലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഓരോരുത്തരെ ഒരുക്കുന്നതാണ്. ഒരു കാരണം വെച്ചാൽ ഞാൻ പുറത്തിറങ്ങില്ല, 10 വർഷം കഴിഞ്ഞാലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അവിടെയുള്ള ആൾക്കാർ പോലും പുറത്തിറങ്ങാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും അറിയാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കമന്നടിച്ച് കിടക്കുമ്പോൾ തൻ്റെ പേര് വിളിച്ചിട്ട് താൻ അവിടെ നിന്ന് റിലീസാകുന്നെന്ന് പറയുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചയിൽ, കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതുപോലെ പെട്ടെന്ന് കയറി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് പെട്ടെന്ന് പരിശുദ്ധ അമ്മ കയറി ഇടപെടുകയാണ് അവിടെ. അപ്പം അതിൻ്റെ എന്താണ്, ഒന്ന് ആ ഒരു സാഹചര്യം, ഒന്നും അറിയാത്ത കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ജയിലിലാവുക, മാനസികമായിട്ട് തകർന്ന് ഒന്നുമില്ലാത്ത അവസരത്തിൽ ഇനി നീ മാത്രമാണ് ആശ്രയം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ബാക്കി എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം പരിശുദ്ധമ്മയുടെ വലിയൊരു പ്രൊട്ടക്ഷനാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു സാക്ഷ്യത്തിൽ കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.